Welcome back, my dear students, on a new lecture on Laplace transform. ഈ ലെക്ചറിൽ നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Question: Find the inverse Laplace transform of s square plus 2s plus 3 divided by s square plus 2s plus 2 into s square plus 2s plus 5. സോ ഇങ്ങനെയുള്ള കണക്കുകളെല്ലാം നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി ഹാവ് ടു കൺവേർട്ട് ദിസ്. സോ s square plus 2s plus 3 whole divided by s square plus 2s plus 2 into s square plus 2s plus 5 can be written as partial fraction the method which it can be written as as plus b divided by s square plus 2s plus 2 plus cs plus d divided by s square plus 2s plus 5. ഇനി നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് ബൈ ഡിനോമിനേറ്റർ. ഈ ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ എസ് സ്ക്വയർ പ്ലസ് 2s plus 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s plus 5 കൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇത് നമ്മൾ ക്യാൻസൽ ആയി പോയിട്ട് ഇറ്റ് ബിക്കംസ് എസ് സ്ക്വയർ പ്ലസ് 2s plus 3 ഈസ് ഈക്വൽ ടു as plus b ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s plus 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s plus 5 whole divided by s square plus 2s plus 2 plus cs plus d into s square plus 2s plus 2 into s square plus 2s plus 5 whole divided by s square plus 2s plus 5. So s square plus 2s plus 5 ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയുന്നു. ഇവിടെ s square plus 2s plus 2 ക്യാൻസൽ ചെയ്ത് കളയുന്നു. So the remaining is s square plus 2s plus 3 is equal to as plus b times s square plus 2s plus 5 plus cs plus d into s square plus 2s plus 2. ഇനി നമ്മൾ ചെയ്യുന്നത് സെയിം പവേഴ്സ് ഉള്ള കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുന്നു. ഇവിടെ എസ് ഇൻറ്റു എസ് സ്ക്വയർ, എസ് ക്യൂബിൻ്റെ ടേംസ് ഉണ്ട്, എസ് സ്ക്വയറിൻ്റെ ടേംസ് ഉണ്ട്, എസിൻ്റെ ടേംസ് ഉണ്ട്, കോൺസ്റ്റൻറ്റ് ടേംസ് ഉണ്ട്. ഇവിടെയും എസ് സ്ക്വയർ 2s എസിൻ്റെ ടേംസ് കോൺസ്റ്റൻറ്റ് ടേംസ് ഉണ്ട്. സോ ഇക്വേറ്റിംഗ് സിമിലർ പവേഴ്സ്. സോ ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ്, ആദ്യം എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എസ് ക്യൂബിൻ്റെ ടേംസ് ഇല്ല. സോ അവിടെ എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആണ്. ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എസ് ഇൻറ്റു എസ് സ്ക്വയർ വിച്ച് ഈസ് എ എസ് ക്യൂബ്. അവിടെ മാത്രമേ നമുക്ക് എസ് ക്യൂബ് വരത്തുള്ളൂ. സോ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് എ പ്ലസ് വേറെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താലും എസ് ക്യൂബ് വരില്ല. പിന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ സി എസ് ഇൻറ്റു എസ് സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്താലേ എസ് ക്യൂബ് വരത്തുള്ളൂ. സി എസ് ക്യൂബ് എന്ന് കിട്ടും. അതിൻ്റെ കോഎഫിഷ്യൻറ്റ് ഈസ് സി. സോ എ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് ഈസ് എസ് സ്ക്വയർ. എസ് സ്ക്വയർ ലെഫ്റ്റ് സൈഡിലുള്ള കോഎഫിഷ്യൻറ്റ് 1 ആണ്. റൈറ്റ് സൈഡിലുള്ള കോഎഫിഷ്യൻറ്റ്, റൈറ്റ് സൈഡിലുള്ളത് എസിനെ 2s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2as സ്ക്വയർ കിട്ടും. അവിടെ എസ് ഉണ്ട്, എസ് സ്ക്വയർ ഉണ്ട്. സോ 2a ആണ് അവിടുത്തെ കോഎഫിഷ്യൻറ്റ്. അതുപോലെ തന്നെ ബി എ എസ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ബി എസ് സ്ക്വയർ കിട്ടും. സോ അവിടെ ബി ആണ് കോഎഫിഷ്യൻറ്റ്. സിമിലർലി ഇവിടെ സി എസിനെ 2s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2cs സ്ക്വയർ കിട്ടും. അവിടെ 2c ആണ് കോഎഫിഷ്യൻറ്റ്. അതുപോലെ തന്നെ ഇവിടെ ഡി എ എസ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡി എസ് സ്ക്വയർ എന്ന് കിട്ടും. അവിടെ കോഎഫിഷ്യൻറ്റ് ഡി ആണ്. അടുത്തതായിട്ട് എസിൻ്റെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യും. ലെഫ്റ്റ് സൈഡിൽ എസിൻ്റെ പവർ, എസിൻ്റെ കോഎഫിഷ്യൻ എന്ന് വെച്ചാൽ 2 ആണ്. പവേഴ്സ് അല്ല, കോഎഫിഷ്യൻസ്. റൈറ്റ് സൈഡിൽ as ഇൻറ്റു 5 5as വരും.
സോ 5a എസിൻ്റെ കോയിഫിഷ്യൻറ്റ് 5a. അടുത്തത് 2s ഇൻറ്റു ബി എടുത്താൽ 2b വരും, പ്ലസ് 2b. പിന്നെ ഇവിടെ എസിൻ്റെ കോയിഫിഷ്യൻ്റ് ഇല്ല. പിന്നെ ഇവിടെ ഉള്ളത് CS ഇൻറ്റു 2 വിച്ച് ഈസ് ആക്ച്വലി 2c വരും. അതുപോലെ തന്നെ നമുക്ക് എസിൻ്റെ കോയിഫിഷ്യൻറ്റ് d ഇൻറ്റു 2s, അതിൻ്റെ കൂട്ടം വരുന്ന 2d വരും. അടുത്തതായിട്ട് നമ്മൾ കോൺസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്യുന്നു. കോൺസ്റ്റന്റ് കോയിഫിഷ്യൻറ്റ് ലെഫ്റ്റ് സൈഡിൽ 3 ആണ്. കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ s റൈസ് ടു 0. ലെഫ്റ്റ് സൈഡിൽ 3, റൈറ്റ് സൈഡിൽ b ഇൻറ്റു 5b വരും. പിന്നീട് d ഇൻറ്റു 2d വരും. സോ നമുക്ക് 4 ഇക്വേഷൻസ് കിട്ടി. ഈ 4 ഇക്വേഷൻസിനെയും കൂടെ സോൾവ് ചെയ്തിട്ട് വേണം നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യാം. എ പ്ലസ് സി 0 ആണ്. സോ എ പ്ലസ് സി 0 ഇംപ്ലൈസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2a പ്ലസ് 2c ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ 1, 2, 3, 4. ഇക്വേഷൻ 2-ൻ്റെ അകത്ത് 2a പ്ലസ് 2c ഉണ്ട്. 1 ഈസ് ഈക്വൽ ടു 2a പ്ലസ് b പ്ലസ് 2c പ്ലസ് b. 2a പ്ലസ് 2cക്ക് പകരം നമുക്ക് 0 എന്ന് കൊടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു 2a പ്ലസ് 2c 0 b പ്ലസ് d എന്ന് കിട്ടി. ദിസ് ഈസ് എ ന്യൂ ഇക്വേഷൻ. ഓക്കെ, സോ b പ്ലസ് d എന്നുള്ളത് 1 ആണ്. ദിസ് ഇംപ്ലൈസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഈസ് ഈക്വൽ ടു 2b പ്ലസ് 2d എന്ന് കിട്ടും. ഇക്വേഷൻ 3 എടുക്കുക. ഇക്വേഷൻ 3 ഈസ് ആക്ച്വലി 2 ഈസ് ഈക്വൽ ടു 5a. ഞാൻ ഇന്ന് തിരിച്ചെഴുതാണ്. എയും സിയും ഒരുമിച്ച് എഴുതുന്നു. 5a പ്ലസ് 2c പ്ലസ് 2b പ്ലസ് 2d. 2b പ്ലസ് 2dക്ക് പകരം നമുക്ക് 2 എന്ന് കൊടുക്കാം. സോ ദിസ് ഈസ് 2 ഈസ് ഈക്വൽ ടു, ഞാൻ ഈ 5aയെ 3a പ്ലസ് 2a പ്ലസ് 2c പ്ലസ് 2b പ്ലസ് 2dക്ക് പകരം 2 എന്ന് കൊടുത്തു. 2a പ്ലസ് 2c ഈസ് ഈക്വൽ ടു 0. സോ 2 ഈസ് ഈക്വൽ ടു 3a പ്ലസ് 2 എന്ന് കിട്ടി. ഓക്കെ, സോ വിച്ച് ഇംപ്ലൈസ് 3a ഈസ് ഈക്വൽ ടു 2 മൈനസ് 2 എന്ന് കിട്ടും, വിച്ച് ഈസ് 0. ദാറ്റ് ഈസ് a ഈസ് ഈക്വൽ ടു 0. എയുടെ വാല്യൂ 0 എന്ന് കിട്ടും. ഇനി a പ്ലസ് c ഈസ് ഈക്വൽ ടു 0. a പ്ലസ് c ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് a 0 ആണ്. 0 പ്ലസ് c ഈസ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് c ഈസ് ഈക്വൽ ടു 0. സോ എയും 0 ആണ്, സിയും 0 ആണ്. അത് രണ്ടും കിട്ടി. നമുക്ക് b പ്ലസ് d ഈസ് ഈക്വൽ ടു 1 എന്നുണ്ട്. 2b പ്ലസ് 2d ഈസ് ഈക്വൽ ടു 2 അതുകൊണ്ട്. ഇക്വേഷൻ 4 എടുക്കുന്നു. അതുകൊണ്ട് ഇക്വേഷൻ 4 ഇംപ്ലൈസ് 3 ഈസ് ഈക്വൽ ടു, നമുക്ക് 5bയെ 3b പ്ലസ് 2b പ്ലസ് 2d എന്ന് എഴുതാം. 2b പ്ലസ് 2dക്ക് പകരം നമുക്ക് 2 എന്ന് കൊടുക്കാം. വിച്ച് ഇംപ്ലൈസ് 3 ഈസ് ഈക്വൽ ടു 3b പ്ലസ് 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 3b ഈസ് ഈക്വൽ ടു 3 മൈനസ് 2 വിച്ച് ഈസ് 1. ദാറ്റ് ഈസ് b ഈസ് ഈക്വൽ ടു 1/3. സോ ബിയുടെ വാല്യൂ കിട്ടി, വിച്ച് ഈസ് 1/3. b പ്ലസ് d ഈസ് ഈക്വൽ ടു 1 ആണ്. സോ b പ്ലസ് d ഈസ് ഈക്വൽ ടു 1 ഇംപ്ലൈസ് b ഈസ് ഈക്വൽ ടു 1/3. ദാറ്റ് ഈസ് d ഈസ് ഈക്വൽ ടു 1 മൈനസ് b. ദാറ്റ് ഈസ് 1 മൈനസ് 1/3 വിച്ച് ഈസ് 2/3. സോ എല്ലാം കിട്ടി. എയുടെ വാല്യൂ 0, സിയുടെ വാല്യൂ 0, ബിയുടെ വാല്യൂ 1/3, ഡിയുടെ വാല്യൂ 2/3. സോ എല്ലാത്തിൻ്റെയും വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് s² പ്ലസ് 2s പ്ലസ് 3 ഹോൾ ഡിവൈഡഡ് ബൈ s² പ്ലസ് 2s പ്ലസ് 2 ഇൻറ്റു s² പ്ലസ് 2s പ്ലസ് 5. നമ്മളിതിനെ
as plus b എന്നാണ് എഴുതിയത്. a is equal to 0, b is equal to 1/3. So 0 into s plus 1/3 divided by s square plus 2s plus 2 plus cs plus d. c is equal to 0 ആണ്, d is equal to 2/3. So 0 into s plus d is equal to 2/3 divided by s square plus 2s plus 5. That is 1/3 divided by s square plus 2s plus 2 plus 2/3 divided by s square plus 2s plus 5. This is the expression. ഇതിനെ വീണ്ടും നമുക്ക് എഴുതാം 1/3 ഇൻറ്റു 1 എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1നെ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 പ്ലസ് 1 എന്ന് എഴുതാം. എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 പ്ലസ് 1. ഓക്കെ, പ്ലസ് 2/3 ഇൻറ്റു ഇതും അതുപോലെ തന്നെ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 പ്ലസ് 1 അല്ല പ്ലസ് 4, കാരണം ഇവിടെ 5 ആണ് വരുന്നത്. ഓക്കെ, so this is actually 1/3 into 1 by ഇതിന് s plus 1 the whole square, s plus 1 the whole square plus 1 square എന്ന് എഴുതാം. 1 എന്ന് വെച്ചാൽ 1 square ആണ്. 2/3 divided by 1 by s plus 1 the whole square plus 2 square. This is s square plus 2s plus 3 whole divided by s square plus 2s plus 2 into s square plus 2s plus 5. നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എൽ ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ 3 ആണ്, എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് തിങ്. ലീനിയാരിറ്റി വെച്ചിട്ട് 1/3 into L inverse of 1 by s plus 1 the whole square plus 1 square plus 2/3 into L inverse of 1 divided by s plus 1 the whole square plus 2 square. എന്ത് വെച്ചിട്ട്? ലീനിയാരിറ്റി വെച്ചിട്ട്. ഇനി ഇത് ഒബ്സർവ് ചെയ്യുക. ദിസ് ഈസ് ഓഫ് ദ ഫോം 1 by s square plus a square. സോ 1 by s സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൻ്റെ എൽ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ 1 by a സൈൻ എ ടി ആണ്. ഓക്കെ, സോ ഇവിടെ എൽ ഇൻവേഴ്സ് ഓഫ് 1 by s പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇവിടെ -1 ആണ്, s മൈനസ് -1 ഇ റൈസ് ടു -t ഇൻറ്റു 1 by a into sin 80 എന്ന് കിട്ടും. ഓക്കെ, സോ ഹിയർ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് പ്ലസ് 1 ഫസ്റ്റ് കേസിൽ ഈസ് 1 by s plus 1 the whole square plus 1 square and f of s is equal to 1 by s square plus 1 square. L inverse of f of s is equal to sin t. So, which implies L inverse of f of s plus 1 is equal to e raised to minus t into sin t. So, ഈ അകത്തെ എക്സ്പ്രഷൻ കിട്ടി. സെക്കൻഡ് കേസിൽ എഫ് ഓഫ് എസ് പ്ലസ് 1 is equal to 1 by s plus 1 the whole square plus 2 square. കറസ്പോണ്ടിങ് എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് 1 by s square plus 2 square. സോ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഈ കേസിൽ ഇസ് ഈക്വൽ ടു ഇവിടെ എ എന്നുള്ളത് 2 ആണ്. സോ 1/2 ഇൻറ്റു സൈൻ 2t എന്നുള്ളതാണ്. സോ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് പ്ലസ് 1 ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം വെച്ചിട്ട് ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി, ദാറ്റ് ഈസ് ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു 1/2 സൈൻ 2t. സോ ഈ ഇൻ്റഗ്രലും കണ്ടുപിടിച്ചു, ഈ ലാപ്ലേസ് ട്രാൻസ്ഫോമും കണ്ടുപിടിച്ചു, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ദാറ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 3 ഡിവൈഡഡ് ബൈ s square plus 2s plus 2 into s square plus 2s plus 5
is equal to 1 by 3 into L inverse of this value നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, which is actually e raised to minus t into sin t. So e raised to minus t into sin t. Next, plus 2 by 3 into L inverse of ഈ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്, which is e raised to minus t into sin 2t divided by 2. So e raised to minus t into sin 2t divided by 2. ഇവിടുത്തെ 2 ക്യാൻസൽ ചെയ്ത് കളയാം. So the answer is, നമുക്ക് 1 by 3 കോമൺ എടുക്കാം. 1 by 3 into e raised to minus t, 1 by 3 into e raised to minus t into sin t plus sin 2t. Next question. L inverse of s divided by s plus 3 the whole square plus 1. ശ്രദ്ധിക്കുക, ഇത് എഫ് ഓഫ് എസ് പ്ലസ് 3 എന്നുള്ള ഫോർമാറ്റ് ആണ്, പക്ഷേ മുകളിൽ 3 ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, അതിന് ആദ്യം കൺവേർഷൻ നടത്തുകയാണ്. എസ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1. 1നെ നമുക്ക് 1 സ്ക്വയർ എന്നെഴുതാം. സോ ഇത് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ളതാണ്. ഓക്കെ, സോ അതിൻ്റെ ആൻസർ കോസ് ടി ആണ്, കോസ് 80 ആണ് അതിൻ്റെ ആൻസർ. പക്ഷേ ഇവിടെ എസിൻ്റെ പകരം എസ് പ്ലസ് 3 ആണ് വന്നിരിക്കുന്നത്, മോളിൽ എസ് പ്ലസ് 3 ഇല്ല. സോ അതുകൊണ്ട് നമ്മൾ 3 ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. ന്യൂമറേറ്റർ ഈസ് എസ് പ്ലസ് 3 മൈനസ് 3. ഇങ്ങനെ ചെയ്താൽ വ്യത്യാസമൊന്നുമില്ല. ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ദാറ്റ് ഈസ് s plus 3 divided by s plus 3 the whole square plus 1 square minus 3 divided by s plus 3 the whole square plus 1 square. Okay, so നമുക്ക് L inverse ആണ് കണ്ടുപിടിക്കേണ്ടത്. So L inverse of s divided by s plus 3 the whole square plus 1 square is equal to linearity property വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. L inverse of s plus 3 divided by s plus 3 the whole square plus 1 square minus 3 വെളിയിലെടുത്തിട്ട് L inverse of 1 divided by s plus 3 the whole square plus 1 square. ഓക്കെ, ഇനി രണ്ട് പാർട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. സോ L inverse of s plus 3 divided by s plus 3 the whole square plus 1 square. സോ ഇവിടെ ഇത് എഫ് ഓഫ് എസ് പ്ലസ് 3 എന്നുള്ള ഫോർമാറ്റ് ആണ്. എഫ് ഓഫ് എസ് പ്ലസ് 3 ഈസ് ആക്ച്വലി എസ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. സോ കറസ്പോണ്ടിങ് എഫ് ഓഫ് എസ് പ്ലസ് 3 അല്ല, എസ് ആക്കിയാൽ മതി. എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇത് ഇവിടെ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. സോ എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു cos 80, a is equal to 1, which is cos t. Okay, so L inverse of f of s plus 3. First shifting theorem അനുസരിച്ച് ഇവിടെ a is equal to minus 3 ആണ്. So e raised to minus 3t into f of t. That is e raised to minus 3t into cos t. അപ്പോൾ ഫസ്റ്റ് പാർട്ടായി. നെക്സ്റ്റ് ഈസ് L inverse of ഈ അകത്തെ ഭാഗം 1 divided by s plus 3 the whole square plus 1 square. Okay, so ഇവിടെ f of s plus 3 is equal to 1 divided by s plus 3 the whole square plus 1 square. Corresponding f of s എന്നുള്ളത് 1 divided by s square plus 1 square. So ഇത് a divided by s square plus a square എന്നുള്ള ഫോർമാറ്റ് ആണ്. So L inverse of capital F of S is equal to ഇത് sin t യുടെ ആൻസർ ആണ്. A is equal to 1 ആണ് ഇവിടെ. So L inverse of first shifting theorem അനുസരിച്ച് f of s plus 3 is equal to e raised to minus 3t f of t. ഇതാണ് നമ്മുടെ f of t. That is e raised to minus 3t into sin t. സോ ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ലെറ്റ്സ് സേ ഇക്വേഷൻ എ. സോ എൽ ഇൻവേഴ്സ് ഓഫ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എസ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1
ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എക്കകത്ത് ഫസ്റ്റ് പാർട്ട് എന്നുള്ളത് L inverse of s plus 3 divided by s plus 3 the whole square plus 1 square ആണ്, which is actually e raised to minus 3t cos t. So e raised to minus 3t cos t. അടുത്തത് minus 3 into L inverse of this. So minus 3 into second part e raised to minus 3t sin t. This is the answer. Okay. So next question. Find L inverse of s divided by s minus 3 the whole raised to 5. സോ ഇത് നമ്മൾ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ടൊന്നും അല്ല ഇതിൻ്റെ ഫോർമാറ്റ്. എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഒന്നും അല്ല, അല്ലെ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ അങ്ങനെയൊന്നും അല്ല വന്നിരിക്കുന്നത്. സോ നമുക്കിതിൻ്റെ കൺവേർഷൻ നടത്തണം. പക്ഷെ താഴെ എസ് മൈനസ് 3 ഉണ്ട്, മോളിൽ പക്ഷേ എസ് മൈനസ് 3 ഇല്ല. സോ ഫസ്റ്റ് സ്റ്റെപ്പ് മോളിൽ എസ് മൈനസ് 3 ആക്കണം. സോ ആൻസർ ഈസ് എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് 3 ദ ഹോൾ റേസ് ടു 5 ഈസ് ഈക്വൽ ടു താഴെ എസ് മൈനസ് 3 ഉണ്ട്, മോളിലും എസ് മൈനസ് 3 ആക്കണം. സോ എസ് മൈനസ് 3 പ്ലസ് 3 സബ്ട്രാക്ട് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ എസ് മൈനസ് 3 ദ ഹോൾ റേസ് ടു 5. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എസ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 3 ദ ഹോൾ റേസ് ടു 5 ഹോൾ ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 3 ദ ഹോൾ റേസ് ടു 5. സോ L inverse of s divided by s minus 3 the whole raised to 5 is equal to linearity property വെച്ചിട്ട് L inverse of ഇത് നമുക്ക് ഒരു s minus 3 വെട്ടിക്കളഞ്ഞാൽ 1 by s minus 3 the whole raised to 4. So 1 by s minus 3 the whole raised to 4 plus 3 divided by s minus 3 the whole raised to 5. So 1 divided by s minus 3 the whole raised to 4 പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് ദിസ്, അവിടെ 3 വെളിയിലെടുത്താൽ 3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് 3 ദ ഹോൾ റേസ് ടു 5. ഇനി നമുക്കിത് ഓരോന്നും കണ്ടുപിടിക്കണം. എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് 3 ദ ഹോൾ റേസ് ടു 4. ഇത് എഫ് ഓഫ് എസ് മൈനസ് 3 എന്നുള്ള ഫോർമാറ്റാണ്. എഫ് ഓഫ് എസ് മൈനസ് 3 ഇസ് ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് 3 ദ ഹോൾ റേസ് ടു 4. ഓക്കെ. So corresponding f of s is 1 by s raised to 4. Now L inverse of f of s അല്ലെങ്കിൽ L inverse of 1 by s raised to 4 is actually t cube divided by 3 factorial ആണ്. നമുക്കിത് അറിയാം എക്സ്പ്രഷൻ വെച്ചിട്ട്. So L inverse of f of s minus 3 ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അനുസരിച്ച് ഇവിടെ എന്നുള്ളത് 3 ആണ്. സോ ഇ റേസ് ടു 3t ഇൻറ്റു എഫ് ഓഫ് ടി, ദാറ്റ് ഈസ് ഇ റേസ് ടു 3t ഇൻറ്റു ടി ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. സോ ഫസ്റ്റ് പാർട്ട് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് 3 ദ ഹോൾ റേസ് ടു 5. സോ എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് 3 ദ ഹോൾ റേസ് ടു 5. ഓക്കെ. സോ ഇവിടെ എഫ് ഓഫ് എസ് മൈനസ് 3 എന്നുള്ളത് 1 by s minus 3 the whole raised to 5 ആണ്. കറസ്പോണ്ടിങ് എഫ് ഓഫ് എസ് എന്നുള്ളത് 1 by s raised to 5 ആണ്. സോ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു t raised to 4 by 4 ഫാക്ടോറിയൽ ആണ്. ഓക്കെ. സോ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് 3 ഈസ് ആക്ച്വലി ഈക്വൽ ടു ഇ raised to 3t, ഇവിടെ എന്നുള്ളത് 3 ആണ്, ഇൻറ്റു എഫ് ഓഫ് ടി. That is e raised to 3t into f of t is this, t raised to 4 divided by 4 factorial. So ഇനി നമുക്ക് ആൻസർ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എൽ ഇൻവേഴ്സ് ഓഫ് s divided by s minus 3 the whole raised to 5 is equal to L inverse of 1 by s minus 3 the whole raised to 4, which is e raised to 3t into t cube divided by 3 factorial. E raised to 3t into t cube divided by 3 factorial. Next, plus 3 into L inverse of 1 by s minus 3 the whole raised to 5. So, plus 3 into
e raised to 3t into t raised to 4 divided by 4 factorial. This is the answer. Okay, thank you.